സമാധാനം വേണ്ടിയിരുന്നില്ല. സഹിച്ചല്ലേ പറ്റൂ, സ്ഥലം ഇതായി പോയില്ലേ. ശങ്കർ, നിങ്ങൾക്ക് വില്യംസിനെ കുറിച്ച് എന്തറിയാം? അയാൾ വേണമെന്ന് വെച്ചാ ഐ എം ഓൾറെഡി ഫിനിഷ്ഡ്. വേണമെന്ന് വെക്കാനുള്ള ദുർബുദ്ധി അയാൾക്ക് തോന്നല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഉറവ് പറ്റാത്ത പശുവിനെ എന്തിനു കൊല്ലണം? അങ്ങനെ ആശ്വസിച്ചാണ് ഇപ്പൊ എന്റെ ഉറക്കം. ഈ ഫയൽ ആരെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്തേ പറ്റൂ. നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. ഒന്നും നടക്കില്ല. നമ്മൾ പ്ലാൻ ചെയ്ത ആള് പുറപ്പെടുന്നതിന് മുൻപ് 100 പേരറിയും. സിനിമാ താരമല്ലേ, തന്നെ ഒന്നും ചെയ്ത് ശീലമില്ലല്ലോ ശങ്കരൻകുട്ടി. കഥയൊരുത്തൻ, തിരക്കഥ വേറൊരുത്തൻ, സംവിധാനം, ഫോട്ടോഗ്രാഫി, ചപ്പ് ചവറ്, ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോ നേരം വെളുക്കും. അയാൾ അതല്ല. ഹീ നോസ്. കൊള്ളാവുന്ന ഒരുത്തൻ ഇന്നെന്റെ മുറിയിൽ ഒളിച്ചിരിപ്പില്ലെന്ന് എന്താ ഉറപ്പ്? ശിവറാമാണ്. ഹലോ, ഹായ്. യാ വി ജസ്റ്റ് ഓൺ അവേ. I miss you. ശങ്കറിന് ഇപ്പോഴും ജെയിംസ് ബോണ്ട് ഇൻഫ്ലുവൻസാ. ബാത്ത് ടബിനകത്ത്, കട്ടിലിനടിയില്, ബ്യൂറോയുടെ ഉള്ളില്. അതാണല്ലോ ഇയാൻ ഫ്ലെമിംഗ് സ്റ്റൈൽ. ഇപ്പോഴത്തെ രീതി ഇതൊന്നും അല്ല ശങ്കര. നേരെ ഇങ്ങ് വരും. സമയം ശരിയല്ലെങ്കിൽ നമ്മള് പോയി. ഞാൻ കേട്ടു. ബ്രാറ്റ്, BRAT, കുരുത്തം കെട്ടത്. ഞാൻ പോവാ. സാന്ദ്ര പോയിക്കോട്ടേന്ന്. പ്ലീസ്. ഞാൻ റൂമിലുണ്ടാവും. God bless you. Be here. Yes, sir. പതുക്കെ. Sir. ഹലോ വില്യംസ്, എന്തായി? പകല് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചു, ആരെയും കണ്ടില്ല. കാണില്ല. നിശാചരനാണ്, ദ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ജെമിനിക്ക് സംശയമുണ്ട്. സംശയം എന്നെയല്ലേ? യു ആർ സേഫ്. കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ അവൾ എന്നും മിടുക്കിയാണ്. എന്ത് കാര്യം, എല്ലാം അവസാനിക്കാൻ പോവുകയല്ലേ. അത് പോട്ടെ. വാട്ട്സ് യുവർ പ്രോഗ്രാം? ഞാൻ പോകുന്നു. ഉടനെയല്ല, എല്ലാം കഴിഞ്ഞ്. ആളെപ്പോ വരും? വന്നടോ ശങ്കര. എവിടെ? അവിടെ തന്നെ. ടേൺ ലെഫ്റ്റ്. അയ്യോ, ആരാ? എന്റെ മുഖം ഇവിടെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷേ ശങ്കറിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. പ്രാരാബ്ധക്കാരനാണ് സർ. ഗതികേടുകൊണ്ടാ ഇത്. കുറച്ച് പണവും കിട്ടും. അതവിടെ പറഞ്ഞാൽ മതി. എവിടെ? കാലക്കെണ്ണി പരിപാടി പൊളിഞ്ഞെന്ന് വെക്കാം. പോലീസ് പിടിക്കും. അപ്പൊ അവിടെ അത്രയ്ക്ക് പേടിയാണ് നമുക്ക് ഈ പരിപാടി വേണ്ടെന്ന് വെച്ചാലോ? പാവം ജീവിച്ചു പോയിക്കോട്ടെ. ജമിനിയുടെ അവിടെ ഒരു കാവൽക്കാരുണ്ടല്ലോ, അടി കൊടുക്കേണ്ട കേസാ. എന്റെ ആളാ സർ. അപ്പൊ തല്ലണ്ട, വിട്ടോ. Stop! I said stop! Who are you? ദേവരാജൻ? ശങ്കർ സത്യസന്ധനാണ്. വില്യംസിനോടെങ്കിലും. അതയാളാ വില്യംസ്. ഞാനാ. കഴിഞ്ഞു. Sharp 11. You have done it. Yes. Gemini is no more. Thank you very much. തനിക്ക് ബാക്കി പണം വേണ്ടേ? Come back man. Come back. ആ സെൽ ഫോൺ എടുക്കാൻ മറക്കണ്ട. അതിൽ എന്റെ നമ്പർ ഉണ്ടാവും. Come back man. Come. ശങ്കർ, മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ്. പോയടോ, തൻ്റെ മാഡം പോയി. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അവളുടെ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കും. ഓക്കെ? വെർ ആർ യു? കം ബാക്ക് മാൻ. തനിക്കെന്താ ഒരു പേടി പോലെ?
ബാക്കി പണം വേണ്ടേ? വേണം. മടങ്ങി വാടൂ. ഐ ഫീൽ അഷേംഡ്. എന്റെ പണം കൊണ്ട് ആളായവനെ പേടിച്ച് ഞാൻ ഓടുന്നു. അവൻ വലിയ രാജവെമ്പാല സ്റ്റൈലിൽ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് എറിഞ്ഞു തന്നില്ലേ? അതെന്റെ പണവാ. ആ ഫാക്ടറി, ഓഫീസ് എല്ലാം എന്റെയാ. ഞാനില്ലെങ്കിൽ ഹൗ കുഡ് യു അഫോർഡ് സച്ച് തിങ്സ്? ഹൂസ് ഹി ആഫ്റ്റർ ഓൾ? പെറ്റി മീൻ, വെറും ഒരു ഡൂക്ലി. അതെ, വില്യംസ് അതാണ്. ജെമിനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശങ്കർ പോലും അവന്റെ ആളല്ലേ. തൽക്കാലം ജെമിനി രക്ഷപ്പെട്ടു. പക്ഷേ യഥാർത്ഥ ഡ്രാക്കുള, ദ റിയൽ കില്ലർ, ഈസ് ഓൺ ഹിസ് വേ. അതാരാണ്? എനിക്കറിയില്ല. ദൈവം നമ്മളെ കൈവിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരമൊരു ഫോൾസ് ഐഡന്റിറ്റി വില്യംസിനെ പോലെ ഒരു ബോൺ ക്രിമിനൽ അങ്ങനെ സംഭവിച്ചുകൂടാത്തതാണ്. പക്ഷെ സംഭവിച്ചു. ജെമിനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് കുറച്ച് പണം. തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ജെമിനി പക്ഷേ ഇപ്പോഴും അവന്റെ റേഞ്ചിനുള്ളിൽ തന്നെയാണ്. ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല, അതാണ് റിയാലിറ്റി. എന്റെ മുമ്പിൽ അഭിനയിച്ചതുപോലെ കൊലയും കൊലയാളിയും എന്തെന്നറിയാത്ത ശിശുവൊന്നുമല്ല വില്യംസ്. ആണോ? ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കൂ. പറയൂ. വില്യംസും ജെമിനിയും പലതും പലരോടും മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്കാരോടും ഒന്നും മറയ്ക്കാനില്ല. ഒന്നും അറിയാത്ത പുണ്യാളത്തിലുള്ള പുറകെ കൊലയാളികൾ നടക്കാറില്ല. ഉപ്പ് വാരി തിന്നണമെന്നില്ല പെങ്ങളെ. ലേശം ഓവർഡോസ് ആയാലും മതി, വെള്ളം കുടിക്കും. അതെന്തോ എന്റെ ബിസിനസ് അല്ല. ജന്മാന്തര ബന്ധങ്ങൾ ചിലത് ബാക്കിയുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാമത്തെ തവണയും ജെമിനി എന്റെ കൈ കൊണ്ട് തന്നെ രക്ഷപ്പെടണമെന്നില്ലല്ലോ. ആയുസോടെ എവിടെയോ ജീവിച്ചിരിപ്പണമെന്ന് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കിട്ടുന്ന വണ്ടിക്ക് മദ്രാസിലേക്ക് കയറി പോവാൻ. ഇതൊരു ഒളിച്ചോട്ടമല്ല. വില്യംസ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സേഫ് എസ്കേപ്പ് റൂട്ട്. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, വേണ്ട. ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. പറ്റുമോ? കൂട്ടിന് എന്നെ പ്രതീക്ഷിക്കണ്ട. ഒറ്റയ്ക്ക് പറ്റില്ല. പറ്റും. സെയിം കറൻസിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക. കൊള്ളാവുന്നവർ തന്നെ കത്തിയും കൊടുത്ത് പറഞ്ഞു വിടുക. ധൈര്യമുണ്ടോ? ഇല്ല. സോ ഒറ്റ വഴിയുള്ളൂ. തൽക്കാലം മദ്രാസിലേക്ക് വണ്ടി കയറുക, പോലീസിൽ അഭയം തേടുക. എന്താ പോലീസ് ഇഷ്ടമല്ലേ? പോലീസ് കേട്ടപ്പോ ഞെട്ടുന്നു. വില്യംസിനെ കുറിച്ച് എല്ലാം അറിയാന്നും പറയുന്നു. പോലീസിനെ അറിയിക്കാനും പറയുന്നു. മദ്രാസിലാണെങ്കിലും ഓഫീസേഴ്സ് എല്ലാം അയാളുടെ ഫ്രണ്ട്സാ. സോ വാട്ട്? ഒരു സെലിബ്രിറ്റി സൂപ്പർ സ്റ്റാർ ആണ് പറയുന്നത് ജീവന് ഭീഷണിയുണ്ടെന്ന്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവിടെ നിൽക്കും. ആക്ഷൻ എടുത്തേ പറ്റൂ. ആരും തിരിച്ചില്ല. പറഞ്ഞത് മറക്കണ്ട. പോലീസ്. രക്ഷപ്പെടാൻ പോലീസ് അല്ലാതെ മറ്റൊരു മാർഗം എന്നോട് പറഞ്ഞിരുന്നല്ലോ. സെയിം കറൻസിയിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക, കൊള്ളാവുന്നവർത്തനെ കത്തിയും കൊടുത്ത് അയക്കുക. പറഞ്ഞില്ലേ അങ്ങനെ? അത് സീരിയസ് ആയിട്ട് എടുത്തോ? എടുത്തു. ഞങ്ങളിൽ ഒരാളെ ഇനി ജീവിച്ചിരിക്കാവൂ. അത് ഞാനായിരിക്കണം. അപ്പോന് വേണ്ടി ഒരു കൊല നടത്താൻ പോലും ഒരുങ്ങിയതല്ലേ. എനിക്ക് വേണ്ടി ബാക്കി കിട്ടാനുള്ള 2 ലക്ഷം നഷ്ടപ്പെടുത്തി. This is 3 lakhs. Take it. Kill him. Kill Williams. Save me, please. SP sir അല്ലേ? I am John Samuel from Kerala. ദേവരാജനാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. അപ്പുവിനെ ഡിസ്ചാർജ് ചെയ്ത് ഒരുക്കിയിരുത്തണം. ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോകുന്നു. കഴിയുന്നെങ്കിൽ ഇന്ന് തന്നെ. പണത്തിന്റെ കാര്യമൊക്കെ ശരിയായി. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാൻ പറയിച്ച. Please help me. Don't leave me. Amma. ഇനി എനിക്ക് പോകല്ലേ ഡോക്ടർ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. കുറെ കടലാസുകളിൽ ഒപ്പിടാനുണ്ട്. ഇത് സർക്കാർ ആശുപത്രി ഒന്നുമല്ല. മതി മതി. എന്തൊക്കെ കുരുത്തക്കടാ നീ കാട്ടിക്കൂട്ടിയത്? എടാ, അപ്പ ഇവിടെ കാത്തിരിക്കുക.
ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഡോക്ടർ ഇവനെ ഡിസ്ചാർജ് ചെയ്തത്. യാത്രയിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ശരി ശരി, നീ ഫോൺ വെക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആക്സിഡന്റ് കേസല്ലേ, പരിക്കെത്ര നിസ്സാരമാണെങ്കിലും 100 കൂട്ടം ഫോർമാലിറ്റീസ് കാണും. സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞോളാം. എടാ നീ ഫോൺ വെക്കടാവേ. അന്ന് അപകടത്തിൽപ്പെട്ട് കുഴി കിടക്കുന്നത് കണ്ടു, ഇന്നലെ ഹോട്ടൽ മുറി വെച്ച് കണ്ടു. ഇതല്ലാതെ എന്തറിയാൻ ജെമിനിയെ പറ്റി? ഒരു സിനിമാ നടി. ബട്ട് ഹൂ ഈസ് ഷീ? മലയാളിയാണ്. ബോംബെക്കാരിയാണെന്നും പറയുന്നു. ബോംബെ മലയാളി. ഒരു സാധാ ടൈപ്പിസ്റ്റിന്റെ മകൾ. അമ്മ ഗുജറാത്തിയാ. ഫാഷൻ ഡിസൈനിങ് ആണ് ജെമിനി പഠിച്ചത്. ഓ, അതായിരിക്കും പിന്നീട് ഈ തുണിക്കമ്പനി തുടങ്ങാനുള്ള പ്രചോദനം. ആവാം. പഠിക്കുന്ന കാലത്ത് പോക്കറ്റ് മണിക്ക് വേണ്ടി ഏതോ സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു. അത് കയറിയാൻ കൊളുത്തു. അതോടെ ആഡ് ഫിലിം രംഗത്ത് ഇവളൊരു മഹാസംഭവമായി. ടോപ്പ് മോഡൽ. അങ്ങനെ ഒരു ദിവസം തമിഴിൽ പടമെടുക്കുന്ന ഒരു മലയാളി പ്രൊഡ്യൂസർ നായികയെ തേടി ബോംബെയിലെത്തുന്നു. ജെമിനിയെ കാണും. കൂടെ അവനുണ്ടായിരുന്നു വില്യംസ്. അവനാരാ? പ്രൊഡ്യൂസറുടെ കസിൻ. ഓ, എർത്ത്. അപ്പൊ എർത്ത് കയറി ഹീറോയിനെ പ്രേമിക്കുന്നു? അല്ല, സത്യത്തിൽ വില്യംസ് ജെമിനിയെ രക്ഷിക്കുകയായിരുന്നു. ഈ പരസ്യ കമ്പനിക്കാരൻ ജെമിനിയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. 5 വർഷത്തേക്ക് പുറത്തൊരു പടത്തിലും അഭിനയിക്കാൻ പാടില്ല. അന്വേഷിച്ചു വന്ന സകല സിനിമാക്കാരെയും ഈ കരാറുകാരൻ കയറി വെട്ടി. ഏത് മോഡലിന്റെ സ്വപ്നമാണല്ലോ എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർഡം ഉണ്ടാക്കാന്നുള്ളൂ. അത് സാധിക്കാതെ ജെമിനി നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് വില്യംസിന്റെ വരവ്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എല്ലാ പ്രൊഡ്യൂസർമാരെയും പോലെ ഇവന്മാരും മടങ്ങിപ്പോയില്ല. പകരം എന്തുണ്ടായി? കരാറുകാരൻ തട്ടിപ്പോയി. അതെ, പക്ഷെ തെളിവില്ല. റോഡ് ആക്സിഡന്റ്. ജെമിനി ആ തമിഴ് സിനിമയിലൂടെ സൂപ്പർ സ്റ്റാറായി. അതിനിടയ്ക്ക് തന്ത ചത്തും പോയി. അതോടെ അവളുടെ സാമ്പത്തിക നിയന്ത്രണം മുഴുവൻ വില്യംസ് ഏറ്റെടുത്തു. അവൻ അങ്ങനെ ആക്കി തീർത്തു. സത്യത്തിൽ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഭാര്യയാണെന്നൊക്കെ അവനിങ്ങനെ ചുമ്മാ വെള്ളപ്പുറത്ത് പറയും. അയാൾക്ക് വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. രക്ഷിക്കാൻ ഒരു കൊല ചെയ്തവൻ ശിക്ഷിക്കാനും മടിക്കില്ല എന്ന് ജെമിനിക്ക് സംശയം തോന്നി തുടങ്ങി. പോരാത്തിന് സമ്പത്തും കുമിഞ്ഞുകൂടി. ഈ അടുത്ത കാലത്ത് ജെമിനിക്കൊരു പ്രേമബന്ധം. കാമുകൻ ഹിന്ദിയിലെ സൂപ്പർ ഡയറക്ടർ, അണ്ടർവേർഡ് കണക്ഷനൊക്കെ ഉള്ള ആളാ. അപ്പൊ അവനോട് മത്സരിക്കാൻ താൻ പോരാ എന്ന് വില്യംസിന് തോന്നിക്കൂടെ? അപ്പോ ആരാ യഥാർത്ഥ കൊലയാളി? ഡ്രാക്കുള? അറിയില്ല. സമയനിഷ്ഠയുള്ളവൻ. അവനെന്താ വരാത്തെ? ഏത് നിമിഷവും വരാം. വാക്ക് പാലിക്കാത്ത നിസ്സാരന്മാരെയൊന്നും വില്യംസ് ഈ പണിയേൽപ്പിക്കില്ല. അപ്പൊ നടുവിലുള്ള തേർഡ്മാൻ ആരാണ്? വില്യംസിനും ഡ്രാക്കുളയ്ക്കിടയിലുള്ള ലിങ്ക് ചോദിച്ചില്ല, പറഞ്ഞുമില്ല. എന്തോ കുഴപ്പമുണ്ട്. ആള് കാട്ടൂരച്ചന്റെ ഫ്രണ്ടാണെന്ന് ഉറപ്പാണ്. അതൊരു സൊല്യൂഷൻ അല്ലല്ലോ. ദേവരാജൻ കുറ്റവാളിയാണെങ്കിൽ ശങ്കരൻ എന്തിനിവിടെ കൊണ്ടുവന്നു? വഴിയിൽ ഉപേക്ഷിക്കാമായിരുന്നു. വിറ്റ്നസ് ഇല്ല, എവിഡൻസ് ഇല്ല. അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല മിസ്റ്റർ ജോൺ. ലെറ്റ് ദ പോലീസ് കം. അതിനു മുമ്പ് മദറിനെ വിവരം അറിയിക്കൂ. അതൊരു പന്തികെട്ട വരവാണല്ലോ. അതാരാ? ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാ. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഹൗ ആർ യു? Fine. ഓക്കെ 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 ഓക്കെ. എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് ഉറപ്പാ. മറിയിച്ചൊന്ന് പോയ കന്യാസ്ത്രീയോട് സംസാരിച്ചാലോ? എടാ, നിനക്ക് നിങ്ങളെ അറിയാഞ്ഞിട്ടാ. എടാ, സംഗതി ഇത്തിരി സീരിയസാ. നീ ഇവിടെ തന്നെ നിൽക്കേ. ഞാൻ പോയി പോളച്ചനെ കണ്ടേച്ചും വരാം. അതാരാ? ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് പോൾസൺ. പേടിക്കണ്ട, എന്റെ അടുത്ത കക്ഷിയാ. വല്ലപ്പോഴും രാവിലെ കുർബാനയ്ക്ക് വരും. നീ ഇവിടെ നിൽക്കേ. എടാ, നീ വിളിച്ചപ്പോ പോളച്ചനോട് പറഞ്ഞ പേരെന്താ? ജോൺ സാമുവൽ. ജോൺ സാമുവൽ. അത് റിവീൽ ചെയ്യണ്ട. തൽക്കാലം ദേവരാജനും ജോൺ സാമുവലും രണ്ടായി തന്നെ നിൽക്കട്ടെ. ഞാനിപ്പോ വരാം.